everyone, good morning. അപ്പോൾ നമ്മളിപ്പോൾ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ പോവുകയാണേ. യൂട്യൂബിൽ എനിക്കൊരു ചലഞ്ച് കിട്ടിയായിരുന്നു. യൂട്യൂബിലല്ല, സോറി, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിൽ കിളി പോയിരിക്കുകയാണെങ്കിൽ എനിക്ക് പേടി കൊണ്ട് വയ്യ. ഓക്കെ, ചലഞ്ച് കിട്ടിയായിരുന്നു. ഈ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ പോയിട്ട് ലൈവായിട്ടുള്ള ഓയിസ്റ്ററിനെ തിന്നണമെന്നായിരുന്നു എൻ്റെ ചലഞ്ച്. അപ്പം ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ എന്ത് ചെയ്യാം, വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് ഫുള്ള് നിങ്ങൾക്ക് കാണിച്ചു കൊടുത്തൊരു ഹോൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം നമ്മൾ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ പോകാനായിട്ട് ഇറങ്ങുകയാണേ. അറേബ്യൻ സീയിൽ നിന്ന് പിടിച്ചിട്ടുള്ള ഫ്രഷ് ഫിഷസ് ആട്ടോ അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഫിഷസ് ഉണ്ട്, ലൈവായിട്ടുള്ള ഷ്രിംസ്, ക്രാബ്സ്, ലോബ്സ്റ്റേഴ്സ്, ഷെൽ ഫിഷസ് എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അവർ ഓൺ സൈറ്റ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കട്ടിങ് ഉണ്ട്, ക്ലീനിങ്ങും പരിപാടികളൊക്കെ. പിന്നെ അവിടെ ചില റെസ്റ്റോറൻറ്റ്സിൽ അവരുടെ സർവീസ് എന്ന് പറയുന്നത് അവർ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് വേണ്ട മസാലാസ് ഇതൊക്കെ തേച്ച് തരും കേട്ടോ. ഫ്രൈയിങ്ങിനും പരിപാടിക്കൊക്കെയുള്ള അങ്ങനത്തെ ഉള്ള സർവീസുകളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലെറ്റ്സ് ഗോ ഗയ്സ്, വി ഹാവ് റീച്ച്ഡ്. എന്തൊരു വെയിലാണോ നമ്മളപ്പോൾ എത്തി കേട്ടോ. ഭയങ്കര വെയിൽ. വിൻ്ററിലാണെങ്കിലും സമ്മറിലാണെങ്കിലും സൺഗ്ലാസ് ഇല്ലാതെ നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിത് കയറാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ, കാണിച്ചു തരാം. പിന്നെ ഫിഷസും കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ. അതായത് കസ്റ്റമൈസ് ചെയ്തിട്ട് അവർ ഫിഷസ് കട്ട് ചെയ്ത് കൊടുക്കുവേ. എന്തൊക്കെയാണ് ഉണക്കാൻ വെച്ചിരിക്കുന്നു. നമ്മൾ ഇവിടുന്ന് കേട്ടോ സാധനങ്ങൾ വാങ്ങാറ്. എസ്പെഷ്യലി ഫിഷസും കാര്യങ്ങളൊക്കെ ബൾക്കായിട്ട് നമ്മൾ ഇവിടെ നാട്ടോ എടുക്കുന്നത്. എനിക്ക് ഫ്രഷ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഈ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ നാട്ടിൽ ഹാർബർ എന്ന് നമ്മൾ പറയത്തില്ലേ, ഹാർബർ പോലെ അതെ, ഫ്രഷ് ആയിട്ടുള്ള മീനാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇവർ ഈ മീൻ പിടിച്ചുകൊണ്ട് വരുന്നത്. അപ്പം ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ മൊത്തത്തിൽ പറയാം, ഇവർ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ടോട്ടലി പറയുകയാണെങ്കിൽ ഈ ഫിഷസിൻ്റെ ഒരു സൂപ്പർ മാർക്കറ്റ്, ഇതിൻ്റെ അകത്ത് തന്നെ ലുലുവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് സാധനങ്ങൾ, മീനാണെങ്കിലും വീട്ടിലോട്ടുള്ള വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും എല്ലാ സംഭവങ്ങളും ഈ ഒരു സംഭവത്തിൻ്റെ അണ്ടറിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വന്നിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് നമുക്കങ്ങ് പോവാം. അതാണ് കുറേ ആൾക്കാരൊക്കെ ഈ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് ചൂസ് ചെയ്യുന്നത്. ഫ്രഷ് ആയിട്ടുള്ള സൂപ്പർ സാധനങ്ങൾ കിട്ടും. ഞാൻ കയറിയപ്പോൾ ചെറുതായിട്ടൊന്ന് ഞെട്ടി. കാര്യം എന്താ അറിയോ, അവിടെ ക്രിസ്മസിന് അറേഞ്ച് ചെയ്തിരിക്കുന്ന ക്രിസ്മസ് ട്രീ ആണ്. നല്ല രസമുണ്ടല്ലോ, ഒരു വെറൈറ്റി ആയിട്ടുമായിരുന്നു കേട്ടോ. ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനൊരു സെറ്റപ്പ്. ഇതാട്ടോ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ്. ഈ ഒരു ഏരിയയിൽ ഫുള്ള് സ്പൈസസ് വരും. ഈ സ്പൈസസ് എന്ന് പറയുമ്പോൾ എല്ലാ രാജ്യത്തെയും സ്പൈസസ് വരും കേട്ടോ ഇവിടെ. പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഈ ഒരു ഏരിയയിൽ. ഇത്രയും ഭാഗം വരുന്നത് മീറ്റിനും ഫിഷിനും മാത്രമുള്ളതാണ്. ഏറ്റവും വലിയ ഏരിയയും ഫിഷിനും മീറ്റിനും മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫിഷിൻ്റെ സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും ലുലുവും കാര്യങ്ങളും മാത്രമല്ല കേട്ടോ അവിടെ ഉള്ളത്. അവിടെയാണെങ്കിലും റെസ്റ്റോറൻറ്റ്സും നമുക്ക് ഈ മറ്റേ ടർക്കിഷ് ഡിലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്സും ഒരുപാട് സംഭവങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. ഇത് ഫിഷ് മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോളിൽ നിന്ന് എടുത്ത കേട്ടോ. ഇങ്ങനത്തെ ഉള്ള എല്ലാ സംഭവങ്ങളും അവിടെ കിട്ടും കേട്ടോ മേടിക്കും. ഇതാണേ ഫിഷ് മാർക്കറ്റിൻ്റെ എൻട്രൻസ്. അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവർ ലോബ്സ്റ്ററിനെയൊക്കെ ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണുന്ന പോലെയല്ല, നല്ല വലുപ്പമുണ്ട്, നല്ല രസവും ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻട്രൻസിൽ കയറി ചെല്ലുമ്പോൾ തന്നെ ലൈവ് ഫിഷസിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. ജീവനുള്ള ഫിഷസ്, ഈ മറ്റേ ഈല്, തിലോപ്പിയ, പിന്നെ ലോബ്സ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, വലിയ ക്രാബ് ഉണ്ടായിരുന്നു. നമുക്ക് കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് പേടി വന്നു അതിനെ കണ്ടപ്പോൾ. ഞാൻ ഫസ്റ്റ് ടൈമൊന്നും അല്ല പോകുന്നത്, പക്ഷേ എനിക്ക് ലോബ്സ്റ്ററിനെ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുണ്ടും ഇതിൻ്റെ കാലും കൊണ്ട് തന്നെ കുരുങ്ങുമല്ലോ എന്ന്. അത് പിണഞ്ഞ് കിടപ്പുണ്ടായിരുന്നു അവിടെ. എനിക്ക് അതിനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര എനിക്ക് എന്തോ പോലെ തോന്നിയായിരുന്നു. പിന്നെ വലിയ വലിയ ജൈൻ്റ് ആയിട്ടുള്ള ക്രാബ്സ്, അതിൻ്റെ ആ പേരെനിക്കറിയില്ല, അത് ഭയങ്കര ഒരു നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ കുറേ ഫിഷസിന് എനിക്ക് ഫീൽ ചെയ്യുന്നത് മലന്നൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു അതിനെ കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും ഈ വീഡിയോയിൽ കാണുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് എന്തോരം വലുപ്പമുണ്ടെന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് സ്റ്റിൽ ഇത് ഭയങ്കര വലുതായിരുന്നു. ഭയങ്കര വലുതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലുതായിരുന്നു അത്. നമ്മൾ അക്വേറിയത്തിലിടുന്ന ഫാൻസി ഫിഷസ് ഒക്കെ ഇല്ലേ, ഗോൾഡ് ഫിഷ് അല്ലെങ്കിൽ നമ്മളുടെ ഫൈറ്റർ ഫിഷ്, അങ്ങനത്തെ ഉള്ള ഫിഷസും അവിടെ അവൈലബിൾ ആട്ടോ. നമുക്ക് ചെന്നിട്ട് നമുക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതുപോലത്തെ ഒത്തിരി ഫിഷസിൻ്റെ കളക്ഷൻ അവിടെ ഉണ്ട് കേട്ടോ. എൻ്റെ കൈ അത്യാവശ്യം വലിയൊരു കൈയാണേ. എൻ്റെ കൈ വെച്ചിട്ട് ഇതിൻ്റെ വലിപ്പം കാണിച്ചത്. ഞങ്ങളിതേ വന്ന കാര്യത്തിലോട്ട് കടക്കാൻ പോവാണ്. നമ്മൾ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ലൈവായിട്ടുള്ള ഓയിസ്റ്ററിനെ കഴിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിക്കാണ് കേട്ടോ നമ്മൾ വന്നേ.
ഇതിന് വേണ്ടിയിട്ട് മാത്രം വെച്ചിരിക്കുക കേട്ടോ. നമ്മൾ ചെന്നിട്ട് നമുക്ക് കഴിക്കണമെന്ന് പറയാം, അല്ലെങ്കിൽ നമുക്കത് ട്രൈ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവരപ്പം തന്നെ സ്പോട്ടിൽ അവർ അറേഞ്ച് ചെയ്ത് തരും കേട്ടോ. പിന്നെ ഇത് നമ്മൾ കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലെമൺ സ്ക്വീസ് ചെയ്ത് ഒഴിച്ചിട്ടാട്ടോ കഴിക്കേണ്ടത്. ഹെൽത്തി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രീതിക്ക് ഞാൻ പറയും ഹെൽത്തി ആണെന്ന് പറയും. എന്താ പറയുന്ന റിസ്ക്കും ഉണ്ട്, കാര്യം ബാക്ടീരിയ കാര്യങ്ങളൊന്നും ലെമൺ കില്ല് ചെയ്യത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു സൈഡ് വെച്ച് നോക്കുവാണെങ്കിൽ റിസ്ക്കിയുമാണ്. എന്നാൽ വൺസ് ഇൻ എ ലൈഫ് ടൈം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡ് തന്നെ കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഞാൻ ആലോചിച്ചായിരുന്നു എന്തിനാ ഇങ്ങനെ ഫുഡൊക്കെ വേവിച്ച് കഴിക്കുന്നതെന്ന്. എനിക്ക് ടേസ്റ്റ് വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. കുറച്ച് ഭയങ്കര ഫ്രഷായിട്ട് ആ ലെമണിൻ്റെയും ആ ഒരു സോൾട്ടിൻ്റെയും കൂടെ ആ ഒരു കോമ്പിനേഷനും ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. വൺസ് ഇൻ എ ലൈഫ് ടൈം എന്തായാലും ട്രൈ ചെയ്യാം. എനിക്ക് മാത്രമല്ല കേട്ടോ, ഇവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ടു ബി ഓണസ്റ്റ്, ഫ്ലേവർ വൈസ് ഇറ്റ് വാസ് വെരി ഗുഡ്. ഞാൻ പറഞ്ഞില്ലേ വൺസ് ഇൻ എ ലൈഫ് ടൈം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ എന്തായാലും ഒരു വെറൈറ്റിയൊക്കെ വേണ്ടേ ലൈഫിന്. എനിക്കിഷ്ടപ്പെട്ടായിരുന്നു, ഇവർക്കും രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. ഇവിടെ നമ്മൾ ഈലിനെ കണ്ടേ, 2 ഈൽ എന്നെ നോക്കിയിട്ട് എന്നെ തിന്നണമെന്നുള്ള അത്ര ദേഷ്യത്തിൽ എന്നെ നോക്കുന്ന പോലെ തോന്നുന്നു. കാണിച്ചു തരാവേ. ഇവരെല്ലാവരും അറേബ്യൻ സീയിലുള്ളതാണല്ലോ, ഇവരുടെയൊക്കെ സഹോദരങ്ങളൊക്കെ തന്നെയാണല്ലോ. ഇനി ഓയിസ്റ്റർ ഫിഷിനെ തിന്നത് കൊണ്ടുള്ള ദേഷ്യമാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ എന്നെ കണ്ടിട്ട് ദേഷ്യം ഭയങ്കര ഈലിന്. നിന്ന് കൊഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞ് കിടക്കുന്ന ക്രാബിനെയാണ് നിങ്ങൾ കാണുന്നത് ഗൈസ്. നാട്ടിൽ കിട്ടുന്ന എല്ലാ മീനും നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. ടേസ്റ്റ് വൈസ് എനിക്ക് ഡിഫറൻസ് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ നാട്ടിൽ കഴിക്കുന്ന മീനിൻ്റെ ഒരു ടേസ്റ്റ് അല്ല ഇവിടെ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പല തരത്തിലുള്ള, പല ഷേപ്പിലുള്ള, പല സൈസിലുള്ള ഫിഷസ് നമുക്കിവിടെ കിട്ടും കേട്ടോ. ഇത് ഈ കാണുന്നതില്ല, സാൽമൺ ഫിഷിൻ്റെ എഗ്സാണ് കേട്ടോ. ഒരു വീട്ടിലോട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ മേടിച്ചുകൊണ്ട് വീട്ടിൽ പോകാം കേട്ടോ. എല്ലാ സാധനങ്ങളും എന്ത് നിങ്ങൾക്ക് വേണം അതെല്ലാം അവിടെ കിട്ടും. ഡ്രസ്സസ് ആയിക്കോട്ടെ, ലുലു ഉണ്ട് അവിടെ. അതുപോലെയുള്ള അടുക്കളയിലോട്ടുള്ള സാധനങ്ങൾ, പിള്ളേരുമായിട്ടാണ് വരുന്നതെങ്കിൽ അവർ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്കുള്ള പ്ലേ ഏരിയാസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇവരുടെ ബിസിനസ് ഐഡിയ ഭയങ്കര അടിപൊളിയാണ്. കാര്യം ഇവിടെ ഇപ്പോൾ ലുലു ഉണ്ട്, ഒരു വീട്ടിലോട്ടുള്ള സാധനങ്ങളെല്ലാം മേടിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഫിഷ് കിട്ടും, ചിക്കൻ്റെ മീറ്റിൻ്റെ സ്റ്റഫുണ്ട്, ലുലു ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം പിള്ളേരുമായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ പിള്ളേരെ കറക്കാനുള്ള സാധനങ്ങളുടെ സ്റ്റോളാണ് ഈ കാണുന്നത്. കൊള്ളാം, ബിസിനസ് ഐഡിയ ആണ്. വെജിറ്റബിൾസിൻ്റെ ആണെങ്കിലും ഫ്രൂട്ട്സിൻ്റെ ആണെങ്കിലും ഏരിയ ഒരുപാട് സ്റ്റോൾസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. നമുക്കപ്പോൾ ബാർഗെയിൻ ചെയ്തിട്ടും മേടിക്കാം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ അവിടെ എല്ലാ സ്റ്റോൾസിലും സെയിം വിലയൊന്നും അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് നമ്മൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് മേടിക്കാം. നമ്മുടെ ഫിഷ് മാർക്കറ്റിൻ്റെ അകത്തൂടെ നമുക്കിങ്ങനെ പോകാൻ പറ്റും കേട്ടോ. അവർ ഡയറക്റ്റ് എൻട്രൻസ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടൈം അവിടെ സ്പെൻഡ് ചെയ്യാം കേട്ടോ. അതിൻ്റെ സൈഡിലോട്ടൊക്കെ റെസ്റ്റോറൻറ്റ്സും അവർക്ക് ആ ഒരു സീൻ്റെ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അവർ അവിടെ ഇങ്ങനെ ചെയേഴ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര രസമാണ് അവിടെ ഇരിക്കാൻ. പിന്നെ കുറേ സീകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. മീൻ പിടിക്കാൻ പോകുന്ന ബോട്ട് എടുത്ത് നോക്കി വെച്ചിട്ട് up until next time, signing off.